കഥ തുടരുന്നു. അടുത്ത ദിവസം പ്രീതിയുടെ പതിവ് മെസ്സേജുകളൊന്നും കാണാതായപ്പോൾ രോഹിത്തിന് വല്ലായ്മ തോന്നി. ഹായ്, എന്തു പറ്റി? താനിതെവിടെയാ? അവൻ വാട്സപ്പിലൂടെ തിരക്കി. ഏയ്, പ്രശ്നമൊന്നുമില്ല. അരമണിക്കൂറിന് ശേഷം പ്രീതിയുടെ മറുപടി അവന് കിട്ടി. കഴിഞ്ഞ ദിവസം ഒരുപാട് സന്തോഷിച്ചത് കൊണ്ടാവാം വല്ലാത്തൊരു ഫീൽ. എന്താ പ്രശ്നം? കാര്യമൊന്നുമില്ല, ചെറിയൊരു കുറ്റബോധം. പക്ഷെ എന്തിന്? കഴിഞ്ഞ ദിവസം നമുക്കിടയിൽ സംഭവിച്ചത് കുറച്ച് നേരത്തെ ആയിപ്പോയെന്നൊരു തോന്നൽ. അമ്മ മരിച്ചിട്ട് അധിക നാളായില്ലല്ലോ. അതാണോ? അപ്പോൾ പ്രതി ഞാനാണല്ലോ, രോഹിത് തമാശ മട്ടിൽ ചോദിച്ചു. ഏയ്, ഒരിക്കലുമല്ല. ഞാൻ എന്നെ തന്നെ ഒന്ന് വിലയിരുത്തുകയായിരുന്നു, അവൾ പറഞ്ഞു. എന്തിന്? വെറുതെ. സത്യത്തിൽ ഇപ്പോഴെന്താ തൻ്റെ പ്രശ്നം? രോഹിത് ചോദിച്ചു. അമ്മ മരിച്ചപ്പോൾ വല്ലാത്ത നിസ്സഹായതയിലേക്കാണ് ഞാൻ വീണുപോയത്. ആ ശൂന്യതയിൽ നിന്ന് ഒരിക്കലും കരകയറാനാവുമെന്ന് തോന്നിയില്ല. പക്ഷേ എപ്പോഴോ അതിര് കടന്ന ഉല്ലാസഭാവമായി അത് മാറി. കെട്ടുപാടുകളില്ലാത്ത ഒരു തരം സ്വാതന്ത്ര്യ ബോധം പോലെ. രോഹിത് കൂടി എത്തിയപ്പോൾ ഞാൻ സ്വയം മറന്ന് ഉന്മാദത്തോളം എത്തി. പക്ഷേ എല്ലാം കഴിഞ്ഞ് ഇന്നായപ്പോൾ വല്ലാത്ത കുറ്റബോധം. താൻ വെറുതെ ആലോചിച്ച് ഡാർക്കാക്കല്ലേ. തൻ്റെ വെറും തോന്നല എല്ലാം. എങ്കിലും രോഹിത്തിന് നന്ദി, എന്നും ഓർത്തിരിക്കാൻ പോകുന്ന കുറേ നല്ല നിമിഷങ്ങൾ തന്നതിന്. എന്ത് മറുപടിയാണ് നൽകേണ്ടതെന്ന് രോഹിത് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പ്രീതിയുടെ പുതിയ മെസ്സേജ് വന്നു. സോറി, പേഷ്യൻസിന് മരുന്ന് കൊടുക്കാനുള്ള സമയമായി. ഞാൻ നാളെ വിളിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. സെയിം ടു യു. റിസോർട്ടിലെ തിരക്കൊഴിഞ്ഞ റിസപ്ഷൻ കൗണ്ടറിൽ രോഹിത്തിന് പതിവിലേറെ വിരസത അനുഭവപ്പെട്ടു. അത്തരം നൈറ്റ് ഷിഫ്റ്റുകളിൽ ആശ്വാസമാകാറുള്ള ചാനൽ വാർത്തകളോ OTT സിനിമകളോ തിരഞ്ഞെടുക്കാൻ എന്തുകൊണ്ടോ അന്ന് അവന് തോന്നിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഒരു പകർച്ചവ്യാധി പോലെ കുറ്റബോധം രോഹിത്തിൻ്റെ മനസ്സിലും തലനീട്ടി. എങ്കിലും പ്രീതിയുടെ വെർജിനിറ്റി കവർന്നെടുത്തതിനെ അവൻ ന്യായീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ എല്ലാറ്റിനും മുൻകൈ എടുത്തത് പ്രീതിയാണെന്ന ന്യായീകരണത്തിൽ അവന് ആശ്വാസം കണ്ടെത്താനായില്ല. എന്നും ഓർത്തിരിക്കാൻ കുറേ നല്ല നിമിഷങ്ങൾ തന്നതിന് നന്ദി. പ്രീതിയുടെ വാക്കുകളിലെ നിഷ്കളങ്കത അവനെ വേട്ടയാടി. സെക്സിൽ മുൻപരിചയമുണ്ടെന്ന മട്ടിലുള്ള അവളുടെ വാചകമടി വെറുതെയാണെന്ന് രോഹിത്തിന് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പ് പോലെ ആ നിമിഷങ്ങളിൽ അവൻ ചോദിച്ചിരുന്നു, ഇതൊക്കെ വേണോ? ടീഷർട്ട് ഊരാൻ തുടങ്ങുമ്പോൾ രോഹിത് വീണ്ടും ചോദിച്ചു, ആർ യു ഷുവർ? യെസ്. അവൾ കൂടുതൽ ആവേശത്തോടെ സ്വയം തുടർന്നു. അവനെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ഒരു ദിവസത്തിന് ശേഷം, കുറച്ചു മുമ്പ് അവൾ പറഞ്ഞത്, അമ്മയുടെ മരണം സൃഷ്ടിച്ച ശൂന്യത, എപ്പോഴോ അതിനെ അതിജീവിച്ച കെട്ടുപാടുകളില്ലാത്ത സ്വാതന്ത്ര്യം, ഊർജ്ജപ്രവാഹം, ഒടുവിൽ എല്ലാം അവസാനിച്ചപ്പോൾ ഒന്നും വേണ്ടായിരുന്നില്ലെന്ന തോന്നൽ. പക്ഷേ അതിനേക്കാൾ അവനെ ചിന്തിപ്പിച്ചത് പ്രീതി തന്നിലൊരു ലൈഫ് പാർട്ണറെ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്ന കണ്ടെത്തലാണ്. ഏത് നിമിഷവും ജയിലിലെത്താനിടയുള്ള ഒരു പ്രതി മാത്രമാണ് താനെന്ന കാര്യം അറിയാത്തതുപോലെയാണ് പ്രീതിയുടെ പെരുമാറ്റം. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടയ്ക്ക് പ്രീതിയോട് പങ്കുവച്ച നിമിഷങ്ങൾ അവൻ ഓർത്തു. അവളെല്ലാം ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. പക്ഷേ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. താൻ അയച്ചു കൊടുത്ത കേസ് ഫയൽ വായിച്ച ശേഷവും അവൾ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല. അക്കാര്യത്തിൽ അവർക്കിടയിൽ നിലനിന്ന ആശയക്കുഴപ്പം അവൻ്റെ കുറ്റബോധത്തെ ശക്തമാക്കി. ചില വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി രതിയുടെ മാന്ത്രിക ലോകത്തേക്ക് പ്രവേശിച്ച ദിവസം അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. അന്ന് റോഷ്നിയാണ് എല്ലാറ്റിനും മുൻകൈ എടുത്തത്. ഒടുവിൽ ആവേശം കെട്ടടങ്ങിയ നിമിഷം മുതൽ തന്നെ തട്ടിയെടുത്ത കുറ്റബോധത്തിൻ്റെ അലകൾ വീണ്ടും മടങ്ങി വന്നതുപോലെ രോഹിത്തിന് തോന്നി. പക്ഷേ അന്ന് കുറ്റബോധത്തേക്കാൾ ഭയമാണ് തന്നെ വേട്ടയാടിയത്, രോഹിത് ഓർത്തു. നീ എന്തിനാ ഭയപ്പെടുന്നത്? ബോയ്സ് ഇങ്ങനെ ഭയപ്പെടുമോ? റോഷ്നിയുടെ വാക്കുകൾ ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നു. ഇതിൽ കുറ്റബോധം തോന്നാൻ എന്തിരിക്കുന്നു? ഞാൻ ടീച്ചറാണെന്നത് ഓർത്താണോ? എനിക്ക് നിന്നേക്കാൾ 3-4 വയസ്സേ കൂടൂ. ഇതിൽ കുറ്റമോ പാപമോ ഒന്നുമില്ല. എല്ലാം നമ്മുടെ തോന്നലാണ്. ഈ നിമിഷങ്ങളിൽ നീ ആണും ഞാൻ പെണ്ണും മാത്രമാണ്. സ്റ്റുഡൻറ്റോ ടീച്ചറോ അല്ല. അങ്ങനെ ചിന്തിക്കേ. അപ്പോൾ പ്രശ്നമൊന്നും തോന്നില്ല. ശരിയാണ്, എനിക്കും ചെറിയ ഭയം തോന്നുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാനും ആദ്യമായാണ് നിന്നെപ്പോലെ. എന്നെ വിശ്വസിക്കേ, നിന്നോട് തോന്നിയ പോലെ മറ്റാരോടും എനിക്ക് തോന്നിയിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ എന്നെ തട്ടിമാറ്റി കടന്നു പോകാമായിരുന്നു. പക്ഷേ നീ അത് ചെയ്തില്ല. കാരണം നീയും എല്ലാം ആഗ്രഹിച്ചിരുന്നു. നീ കേട്ടിട്ടില്ലേ, സമ്മതത്തോടെയുള്ള രതി തെറ്റല്ല, പ്രത്യേകിച്ച് പ്രായപൂർത്തിയായവർ തമ്മിലാകുമ്പോൾ. തൻ്റെ ഫോൺ നമ്പർ എഴുതിയ ബോർഡ് ആരെങ്കിലും വന്നാൽ കാണാൻ പാകത്തിൽ റിസപ്ഷൻ കൗണ്ടറിൽ വെച്ച ശേഷം രോഹിത് പുറത്തേക്കിറങ്ങി. അപൂർവ ഇനം ഓർക്കിഡുകൾ നിറഞ്ഞ പൂന്തോട്ടവും അതിനെ കൂടുതൽ വശ്യമാക്കുന്ന സ്വാഭാവിക തടാകവും പിന്നിട്ട് രോഹിത് പാർക്കിലേക്ക് നടന്നു. പാർക്കിൻ്റെ നല്ല വ്യൂ കിട്ടുന്ന സിമൻറ്റ് ബെഞ്ചിലിരുന്നപ്പോൾ രോഹിത്തിന് തെല്ലു ഉന്മേഷം തോന്നി. ഒഴിവു ദിവസം ആയതുകൊണ്ടാവാം റിസോർട്ടിലെ പല താമസക്കാരും പാർക്കിൽ സമയം ചിലവിടുന്നുണ്ടായിരുന്നു. അവിടെ ചിതറിക്കിടക്കുന്ന മട്ടിൽ സ്ഥാപിച്ചിരുന്ന സിമൻറ്റ് ബെഞ്ചുകളിൽ ഇരുന്ന ഭൂരിപക്ഷം പേരും മൊബൈൽ ഫോണിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്നു. തണുപ്പിനെ വകവയ്ക്കാതെ ആ രാത്രിയിലും ഏതാനും ചിലർ സ്വിമ്മിംഗ് പൂളിൽ ഉണ്ടായിരുന്നു. കുറച്ചകലെയുള്ള കളിക്കളത്തിൽ നിന്ന് യുവാക്കളുടെ ആരവം കേട്ടു.
അപൂർവ ഇനത്തിൽപ്പെട്ട പുൽച്ചെടികൾ വച്ച് പിടിപ്പിച്ചിരുന്ന നിലത്തിരുന്ന് ചിലർ കാർഡ്സ് കളിച്ച് രസിച്ചു. എന്തിനെന്നില്ലാതെ അതൊക്കെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ രോഹിത്തിൻ്റെ ഫോൺ റിങ് ചെയ്തു. ഫോണിലേക്ക് നോക്കി അവൻ്റെ മുഖം പെട്ടെന്ന് വികസിച്ചു. റോഷ്നിയുടെ കോളായിരുന്നു അത്. ഹായ് രോഹിത്, നീ തിരക്കിലാണോ? ഇല്ലില്ല, ഞാനിവിടെ ബോറടിച്ചിരിക്കുകയായിരുന്നു. റിസോർട്ടിലോ? അതെ. സോ യു ആർ ഓൺ ഡ്യൂട്ടി? ഡ്യൂട്ടിയില്ല, പക്ഷേ തീരെ തിരക്കില്ല. അതുകൊണ്ട് ഞാനിറങ്ങി പാർക്കിലേക്ക് പോന്നു. ഒറ്റയ്ക്ക്? അതെ, ശരിക്കും. ഏതായാലും നീ തിരഞ്ഞെടുത്ത ജോലി കൊള്ളാം. ഇടയ്ക്ക് പാർക്കിൽ കറങ്ങി നടക്കാമല്ലോ, റോഷ്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ തിരക്കില്ലാത്ത ദിവസങ്ങളിലേ ഈ സ്വാതന്ത്ര്യമുള്ളൂ. നിന്റെ ഫ്രണ്ട് പ്രീതി എങ്ങനെയുണ്ട്? അമ്മ മരിച്ചതിൽ വല്ലാതെ ഡൗൺ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് മാറി വരുന്നു. പിന്നെ വേറെ എന്തുണ്ട്? സത്യത്തിൽ കുറച്ച് മുമ്പ് ഞാൻ ടീച്ചറെക്കുറിച്ച് ഓർത്തതേയുള്ളൂ. അത് വെറുതെ, റോഷ്നി പറഞ്ഞു. അല്ല, ശരിക്കും. പക്ഷേ അന്ന് കണ്ടതിൽ പിന്നെ നീ ഒന്ന് വിളിച്ചത് പോലുമില്ലല്ലോ. ശരിക്കൊരു സർപ്രൈസായി അങ്ങോട്ട് വരാമെന്ന് കരുതി, അവൻ പറഞ്ഞു. നീ നന്നായി സംസാരിക്കാൻ പഠിച്ചു, കളവ് പറയാനും, റോഷ്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതല്ല, സത്യം, ഗോഡ് പ്രോമിസ്. പിന്നെ വിളിക്കാതിരുന്നത് ടീച്ചർ ഇപ്പോൾ ഒറ്റയ്ക്കല്ലല്ലോ പഴയ പോലെ. പക്ഷേ സന്ദേശ് നീ വിചാരിക്കുന്ന പോലെയല്ല, വളരെ റിഫൈൻഡ് ആണ്. നീ എപ്പോൾ വേണേലും വിളിച്ചോ, നോ പ്രോബ്ലം. ആണോ? പുള്ളി ഇടപെടുന്നത് കണ്ടപ്പോൾ എനിക്കും തോന്നി. സത്യത്തിൽ ഞാനും സന്ദേശും ഇപ്പോഴും സ്വതന്ത്രരാണ്, ബാച്ചിലർ ലൈഫിൽ ഉണ്ടായിരുന്ന പോലെ. ടീച്ചർ അന്ന് തന്നെ മടങ്ങിയോ? ഇല്ല, 2 ദിവസം കൂടി അവിടെ നിൽക്കേണ്ടി വന്നു. അതുപോട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. നീ കൂടി വരുന്നോ? ഞാനിപ്പോഴേ റെഡി. നീ പ്രീതിയോട് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇടയ്ക്ക് പറയാറുണ്ട്. ടീച്ചറുടെ പ്രൊഫൈൽ പിക്ചർ കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതമായിരുന്നു. വളരെ യങ് ആണല്ലോ, പിന്നെ എങ്ങനെ നിൻ്റെ ടീച്ചറായത്? അതാ അവളുടെ ചോദ്യം. 4 വയസ്സ് കുറവായിരുന്നെങ്കിൽ ഞാൻ നിന്നെ തന്നെ കെട്ടിയാനെ, റോഷ്നി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വയസ്സ് അത്ര വലിയ കാര്യമൊന്നുമല്ല, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരിയായിരിക്കാം, പക്ഷേ നമ്മുടെ ആൾക്കാർ വളരെ പഴയ മട്ടിലാണ് ചിന്തിക്കുക. പക്ഷേ ഈ ടീച്ചർ വിളി ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? അവസാനിപ്പിക്കാം, പക്ഷേ കുറച്ച് സമയമെടുക്കും. റോഷ്നിയുടെ വീട്ടിലെ കോളിംഗ് ബെൽ മുഴങ്ങുന്ന ശബ്ദം അവൻ ഫോണിലൂടെ കേട്ടു. രോഹിത്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. സന്ദേശ് മടങ്ങിയെത്തിയെന്ന് തോന്നുന്നു. ബൈ ബൈ, റോഷ്നി പറഞ്ഞു. റോഷ്നിയുമായി ഓർക്കാപ്പുറത്തുണ്ടായ ആ സംഭാഷണം തന്നിലേക്ക് പുതിയ ഊർജം കൊണ്ടുവന്നതായി രോഹിത്തിന് തോന്നി. നഷ്ടപ്പെട്ടെന്ന് കരുതിയ എന്തോ ഒന്ന് പെട്ടെന്ന് തിരിച്ചു കിട്ടിയതുപോലെ. അവൻ ഫോണിലെ കോണ്ടാക്ട്സ് ഓപ്പൺ ചെയ്ത് റോഷ്നി ടീച്ചർ എന്നത് എഡിറ്റ് ചെയ്ത് റോഷ്നി എന്നാക്കി. ഏറ്റവും നല്ല ഓർമ്മകളിൽ ഒന്നായി ആ ഈസ്റ്റർ മാറ്റണമെന്ന് രോഹിത്തും പ്രീതിയും ഒരേപോലെ ആഗ്രഹിച്ചു. കഴിയുന്നത്ര നന്നായി അത് നേരത്തെ പ്ലാൻ ചെയ്യാനും അവർ ശ്രദ്ധിച്ചു. ഒരുപാട് പ്രണയത്തോടെ അവർ ആ ദിവസത്തിനായി കാത്തിരുന്നതുമാണ്. പക്ഷേ തീരെ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാണ് അവർക്ക് മുന്നോട്ട് പോകാനായത്. വാട്സാപ്പിലൂടെ ആയിരുന്നു പ്ലാനിങ്. എല്ലാറ്റിനും മുൻകൈയെടുത്തത് പ്രീതിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഭക്ഷണമൊക്കെ 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ വേണമെന്ന് പ്രീതി മുൻകൂട്ടി പറഞ്ഞു. അത് വേണോ? രോഹിത് ചോദിച്ചു. എല്ലാ ദിവസവും അല്ലല്ലോ, ഈസ്റ്ററിന് മാത്രമല്ലേ. ബില്ല് പേ ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു, അവൾ തമാശ മട്ടിൽ പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു, പോരെ. പിന്നെ നമ്മൾ അന്ന് പാതി വഴിയിൽ നിർത്തിയ യാത്ര പൂർത്തിയാക്കണം, അവൾ പറഞ്ഞു. രോഹിത് അവൾ പറഞ്ഞത് മനസ്സിലാകാതെ നോക്കി. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അന്ന് വീട്ടിൽ നിന്നുള്ള ഫോൺ വരുമ്പോൾ നമ്മൾ യാത്രയിലായിരുന്നു, മറന്നുപോയോ? അവൾ ചോദിച്ചു. മാസങ്ങൾ മുമ്പ് നടന്ന ആ യാത്രയ്ക്കിടെ പ്രീതിയുടെ അമ്മ അവളെ ഉടനെ കാണാൻ ആഗ്രഹിക്കുന്ന വിവരം അറിയിച്ചുകൊണ്ടുള്ള കോൾ വന്ന കാര്യം രോഹിത്തിന് പെട്ടെന്ന് ഓർമ്മ വന്നു. ഓ, അതാണോ? നോ പ്രോബ്ലം, നമുക്ക് അങ്ങോട്ട് പോകാം, അവൻ പറഞ്ഞു. സസ്പെൻസായിട്ടായിരുന്നല്ലോ അന്നത്തെ യാത്ര. എങ്ങോട്ടായിരുന്നു അത്? അവൾ ചോദിച്ചു. അതൊരു റിസോർട്ടാ, എൻ്റെ ഒരു ചങ്ങാതി ഉണ്ട് അവിടെ, രോഹിത് പറഞ്ഞു. ഓ, എന്നാൽ അത് വേണ്ട, പ്രീതി പറഞ്ഞു. എന്താ, റിസോർട്ടായതുകൊണ്ടാണോ? റിസോർട്ട് പ്രശ്നമല്ല, കൂട്ടുകാരനുള്ളതാണ് പ്രശ്നം. ഈസ്റ്ററിന് നമ്മൾ മാത്രം മതി. പകരം ഞാൻ വർക്ക് ചെയ്യുന്ന റിസോർട്ടായാലോ? ഗുഡ് ഐഡിയ, പക്ഷേ പ്രൈവസി? അവിടെ ആരും ഒന്നും ശ്രദ്ധിക്കാൻ പോണില്ല, പ്രത്യേകിച്ച് ഈസ്റ്റർ ദിവസം. എന്നാൽ അത് മതി. അവിടെയാകുമ്പോൾ റൂം കിട്ടാനൊന്നും പ്രശ്നമില്ലല്ലോ. പക്ഷേ റൂം വേണോ? വേണം, ഇല്ലാതെ ശരിയാവില്ല. അപ്പോൾ ലഞ്ചും ബുക്ക് ചെയ്യട്ടെ? യെസ്, എവറിത്തിങ് ഇൻ 1 റൂഫ്, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പ്രീതിയുടെ വീടിന് മുന്നിൽ രോഹിത് എത്തിയ മാത്രയിൽ തന്നെ പ്രീതി റെഡിയായി ഇറങ്ങി വന്നു. അപ്പോഴവൾ പതിവിലേറെ സുന്ദരിയായി കാണപ്പെട്ടു. പുറത്തു പോകുമ്പോൾ അവൾ സാധാരണ ഒഴിവാക്കാറുള്ള വേഷമാണ് അന്ന് അവൾ തിരഞ്ഞെടുത്തത്. മെറൂൺ നിറമുള്ള ലെഗിൻസും വൈറ്റ് ഡെനിം ബാഗി ഷർട്ടും. പെട്ടെന്ന് അവളെ അങ്ങനെ കണ്ടപ്പോൾ രോഹിത്തിന് ഒരു നടിയെ ഓർമ്മ വന്നു. കുറച്ച് ബോയിഷ് ലുക്കുള്ള ഒരു സിനിമാ താരത്തെ. അതവൻ പറയാൻ തുടങ്ങിയെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെച്ചു. പ്രീതി ചുറുചുറുക്കോടെ അടുത്തേക്ക് വന്നപ്പോൾ പരന്ന സുഗന്ധം രോഹിത്തിൻ്റെ മനസ്സിൽ റോഷ്നിയുടെ ഓർമ്മ ഉണർത്തി. നീ എന്താ പറയാൻ തുടങ്ങിയത്? ബൈക്കിൻ്റെ പുറകിൽ കയറുന്നതിനിടെ പ്രീതി ചോദിച്ചു. നിനക്കിന്ന് നല്ല സെക്സി ലുക്കുണ്ടെന്ന് പറയാൻ തുടങ്ങുകയായിരുന്നു, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ്, അതല്ല, വേറെന്തോ ആണ് നീ പറയാൻ തുടങ്ങിയത്.
ഏയ് വേറൊന്നുമില്ല, സത്യം. നീ പതിവിലേറെ സുന്ദരിയായി കടന്നു വരുമ്പോൾ വേറെ എന്താണ് ഞാൻ ചിന്തിക്കുക? താങ്ക് യു ഫോർ കോംപ്ലിമെൻറ്റ്. പക്ഷേ ഒന്ന് പറഞ്ഞേക്കാം. കുസൃതി ചിരിയോടെ പ്രീതി തുടർന്നു. എൻ്റെ വിലപ്പെട്ട ഒരു ഫുൾ ഡേ ആണ് നിനക്ക് തരുന്നത്, ഓർമ്മ വേണം. താൻ ഏതോ വലിയ തമാശ പറഞ്ഞതുപോലെ അവൾ പൊട്ടിച്ചിരിച്ചു. അത് ശരിക്കും പ്രയോജനപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു, പോരെ? പെട്ടെന്ന് രോഹിതിൻ്റെ ഫോൺ റിങ് ചെയ്തു. അവൻ ഫോൺ എടുക്കാൻ തുനിഞ്ഞപ്പോൾ അവൾ അത് തടഞ്ഞു. നോ നോ, ഇന്നത്തെ ദിവസം നമ്മുടേത് മാത്രമാണ്. അതിലേക്ക് നുഴഞ്ഞു കയറാൻ ആരെയും അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഓക്കെ, സമ്മതിച്ചു. അവൾ പതിയെ മുന്നോട്ടാഞ്ഞ് രോഹിതിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് പവർ ഓഫാക്കി വെച്ചു. കഥ തുടരും.